അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഒരു മുസ്ലിമിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിൽപ്പെട്ടതാണ് അയാൾ വിനയാന്വിതനായിരിക്കും. ഒരിക്കലും സമൂഹത്തിൽ പൊങ്ങച്ചം നടിച്ച് അഹങ്കാരം കാണിച്ച് മറ്റുള്ളവരെ തരം താഴ്ത്തി ഞാൻ മറ്റുള്ളവരെക്കാൾ മേലെയാണെന്ന് കരുതി ആ നിലക്ക് നടക്കുകയോ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല ഒരിക്കലും മുസ്ലിമീങ്ങൾ. മറിച്ച് അവർ വിനയാന്വിതരായിരിക്കും. ഭൂമിയിലൂടെ അവർ വളരെ ശാന്തരായി, ആർക്കും പ്രയാസങ്ങളുണ്ടാക്കാതെ, എല്ലാവരോടും വിനയത്തോടുകൂടി പെരുമാറി നടന്ന് നീങ്ങുന്നവരായിരിക്കും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നല്ലാഹ ഔഹ ഇലൈ, അള്ളാഹു എനിക്ക് വഹീ നൽകിയിരിക്കുന്നു, അൻ തവാളഉ, നിങ്ങൾ വിനയാന്വിതരായിരിക്കണം, അഹങ്കരിക്കരുത്, പൊങ്ങച്ചം നടിക്കരുത്, ദുരഭിമാനികളായി തീരരുത്, മറിച്ച് എല്ലാവരോടും കാരുണ്യപൂർവ്വം വർത്തിക്കുന്ന, സഹാനുഭൂതിയോടുകൂടി മറ്റുള്ളവരെ നോക്കിക്കാണുന്ന, വിനയാന്വിതരായി ഭൂമിയിലൂടെ നടക്കുന്ന, ഭൂമിയിൽ കുഴപ്പമോ മറ്റു തിന്മകളോ ഒന്നും ഉദ്ദേശിക്കാത്ത ആളുകളായിക്കൊണ്ട് നിങ്ങൾ ഭൂമിയിലൂടെ ജീവിക്കണം. ഇത് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ സന്ദേശമാണ്. പരിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 63-ാമത്തെ ആയത്തിൽ കാണാം, വ ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ അടിമകൾ, അവർ അല്ലദീന യംശൂന അലൽ അർദി ഹൗന, അവർ ഭൂമിയിലൂടെ സമാധാനത്തോടുകൂടി ശാന്തരായിക്കൊണ്ട് നടന്നു നീങ്ങുന്നവരാകുന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, ശബ്ദം കൊണ്ടോ കൈകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ആളുകളെ ഉപദ്രവിക്കുക, ഇതൊന്നും അവരിൽ നിന്ന് കാണാൻ കഴിയില്ല. മറിച്ച് ശാന്തരായി വിനയാന്വിതരായി അവർ ഭൂമിയിലൂടെ നടന്നു പോകുന്നവരാണ്. ആർക്കും അവരെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ല. അവരുടെ നാവിൽ നിന്നും അവരുടെ കൈകളിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരായിരിക്കും എന്നാണ്. മാത്രമല്ല, പരലോകത്ത് സ്വർഗം ലഭിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ 83-ാമത്തെ ആയത്തിൽ സ്വർഗം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ക്വാളിറ്റിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തിൽക്കദ്ദാറുൽ ആഖിറ, പരലോക ഭവനം അഥവാ സ്വർഗം, നജ്അലുഹ, നാം അത് തയ്യാറാക്കി വെച്ചത്, ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ, ഭൂമിയിൽ ഔന്നിത്യം നടിക്കാത്ത ആളുകൾക്കും കുഴപ്പമുദ്ദേശിക്കാത്ത ആളുകൾക്കുമാണ്. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമേ അല്ല. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്നത് അവരുടെ ലക്ഷ്യമേ അല്ല. ഉലുവ് കാണിക്കുക, മറ്റുള്ളവരുടെ മേൽ അതീശത്വമുള്ളവരായിട്ടോ, ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ മേലെയാണ്, ബാക്കിയുള്ളവർ എൻ്റെ താഴെയാണ് എന്നുള്ള ആ ഒരു പൊങ്ങച്ച സമീപനം, അങ്ങനെയുള്ളവർക്ക് പരലോക ഭവനമില്ല. മറിച്ച് വിനയാന്വിതരായി ഔന്നിത്യം നടിക്കാതെ അഹങ്കരിക്കാതെ ജീവിക്കുന്നവർക്കാണ് പരലോകത്ത് സ്വർഗമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതേപോലെ പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 159-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യരോടൊക്കെ സൗമ്യമായി പെരുമാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു പറയുന്നത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറുന്നത്. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ് ലൻഫദ്ദൂ മിൻ ഹൗലിക്, താങ്കൾ പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ ജനങ്ങളൊക്കെ താങ്കളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. ജനങ്ങളെ ആട്ടിയകറ്റുന്ന പെരുമാറ്റമോ സ്വഭാവമോ ഉണ്ടാവരുത് എന്നാണ്. മറിച്ച് സൗമ്യമായി പെരുമാറുക. ആളുകൾക്ക് നമ്മെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമുണ്ടാകണം. നമ്മുടെ അടുക്കലേക്ക് വരാനും നമ്മോട് സംസാരിക്കാനും അവർക്ക് പേടിയുണ്ടാവരുത്. ആ നിലക്ക് ജനങ്ങൾക്ക് സമാധാനം നൽകുന്ന സൗമ്യഭാവത്തിൽ മറ്റുള്ളവരോട് പെരുമാറുന്നവരായിരിക്കണം യഥാർത്ഥ വിശ്വാസികൾ. എങ്കിലേ ജനങ്ങളുടെ സ്നേഹവും ശ്രദ്ധയും പരിഗണനയും പിടിച്ചുപറ്റാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വസ്ത്രധാരണത്തിലും സംസാരത്തിലും മറ്റു പെരുമാറ്റങ്ങളിലുമൊക്കെ വിനയം കാണിക്കുക. മുതിർന്നവരോടും മാതാപിതാക്കളോടും പ്രായമുള്ളവരോടും പണ്ഡിതന്മാരോടുമൊക്കെ നമ്മൾ വിനയാന്വിതരായിരിക്കുക. പാവപ്പെട്ടവരോട് അവരോട് നാം നമ്മുടെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. സൂറത്തുൽ ഹിജ്റിലെ 88 15-ാം അധ്യായത്തിലെ 88-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ,
നിൻ്റെ ചിറകുകളെ, നിൻ്റെ ജാനിബുകളെ, നിൻ്റെ പാർശ്വങ്ങളെ വിശ്വാസികൾക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരോടും കാരുണ്യം, ചെറിയവരോട് കരുണ കാണിക്കാത്തവരും മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും മുസ്ലിമീങ്ങളിൽ പെട്ടവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പ്രത്യേകം നാം ശ്രദ്ധിക്കുകയും വേണം. ആ നിലയ്ക്ക് എല്ലാവരോടും, ഇണകളോട്, മക്കളോട്, മാതാപിതാക്കളോട്, സുഹൃത്തുക്കളോട്, നാട്ടുകാരോട്, പാവപ്പെട്ടവരോട്, എല്ലാവരോടും വിനയത്തോടുകൂടി പെരുമാറുന്ന ആളുകളായി നാം മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.